ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചക്ക കൊണ്ടുള്ള അടയാണ്. ഗോതമ്പ് പൊടിയിലാണ് അട ഉണ്ടാക്കുന്നത്. 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1 സ്പൂൺ ജീരകവും 2 ഏലക്കായും പൊടിച്ച് ചേർക്കണം. ഇതിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയില്ലാതെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക വെള്ളം കളഞ്ഞതിലേക്ക് ചേർക്കണം. അധികം വെള്ളം ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. ഇനി ശർക്കരപ്പാനി കുറച്ച് വെള്ളത്തിലുണ്ടാക്കിയ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർക്കാം. ഇത് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് അധികം തന്നെ തേങ്ങ ചേർക്കാം. തേങ്ങ അധികം ചേർക്കുമ്പോൾ അടയ്ക്ക് നല്ല ടേസ്റ്റാണ്. തേങ്ങ കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. മധുരം ഇനിയും ആവശ്യമുള്ളവർക്ക് മധുരം കൂടുതൽ ചേർക്കാം. ഇനി ഇത് വാഴയിലേക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്ത് അടയുണ്ടാക്കി എടുക്കാവുന്നതാണ്. സാധാരണ അട പോലെ ഓരോന്നോരോന്നായി പരത്തി സമയം പോകില്ല. ഓരോ ഉരുളകൾ ഇതിലേക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്താൽ മതി. ഈ പൊടി എല്ലാം തന്നെ ഇതുപോലെ ഓരോ ഇലയിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് അട തയ്യാറാക്കി എടുക്കാം. അട തയ്യാറാക്കിയതിന് ശേഷം ഇഡ്ഡലിച്ചെമ്പിൽ ആവിയിൽ പുഴുങ്ങിയെടുക്കണം. ഇഡ്ഡലിച്ചെമ്പിൽ ഓരോന്നോരോന്നായി വെച്ചതിന് ശേഷം ഒരു 25 മിനിറ്റ് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്. അട റെഡി.